അപ്പം നമ്മൾ ഇന്ന് ഹെയറിന് എന്തൊക്കെയാണ് ഒരു ഹെയർ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ളത് അതിനെ പറ്റിയൊക്കെയാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പെട്ടെന്ന് പോകാം. നമ്മൾ നല്ല ഗ്യാപ്പുള്ള ചീപ്പ് വെച്ചിട്ട് ചീവുന്നതായിരിക്കും പൊടിക്ക് നല്ലത്. കാരണം അത് വെച്ചിട്ടാകുമ്പോൾ ചെടി എടുക്കാനും എളുപ്പമായിരിക്കും, അതേപോലെ തന്നെ ഊരിപ്പോത്തും ഇല്ല. സാധാരണ നമ്മൾ ടൈറ്റ് ആയിട്ടുള്ള വെച്ചിട്ട് ചീവുമ്പോൾ മുടി ഊരിപ്പോകാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അപ്പോൾ നമ്മൾ ചെട എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട, ഫസ്റ്റ് താഴത്തെ പോർഷനിലുള്ള ചെടി എടുക്കുക, എന്നിട്ട് മാത്രം മേപ്പോട്ടുള്ള ചെടി എടുക്കുക. അങ്ങനെ വേണം ചെടി എടുക്കാൻ. പിന്നെ ഹെയർ ബ്രഷസ് ഉണ്ടല്ലോ, അത് യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഹെയർ ബ്രഷ് വെച്ചിട്ട് യൂസ് ചെയ്യുമ്പോൾ ചെട പെട്ടെന്ന് പോകും, പക്ഷേ മുടി ഊരിപ്പോകാനുള്ള സാധ്യത ഭയങ്കര കൂടുതൽ. സോ നമ്മൾ ഇങ്ങനത്തെ ഗ്യാപ്പുള്ള ചീപ്പോ അല്ലെങ്കിൽ നീമിൻ്റെ ചീപ്പ് നല്ല ഞാൻ കേട്ടിട്ടുണ്ട്, അങ്ങനത്തെയൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നീമിൻ്റെ ഇങ്ങനത്തെ ഗ്യാപ്പുള്ള ചീപ്പൊക്കെ കിട്ടും, നമ്മുടെ ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ്. അങ്ങനത്തെ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. പിന്നെ അടുത്ത സ്റ്റെപ്പാണ് ഹെയർ ആക്സസറീസ്. അത് നമ്മൾ ഹെയറിന് ഒത്തിരി ടൈറ്റ് ആയിട്ടുള്ള ഹെയർ ആക്സസറീസ് യൂസ് ചെയ്തിരിക്കുന്നതായിരിക്കും നല്ലത്. അതേപോലെ തന്നെ നമ്മൾ മുടിയൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര ഹെയറിന് ഇറിറ്റേഷൻ പോലെ അല്ലെങ്കിൽ നമുക്ക് വേദനിക്കൂലേ, അങ്ങനത്തെ ടൈപ്പ് യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനത്തെ ഹെയർ സ്റ്റൈൽ അവോയ്ഡ് ചെയ്യുക. ജസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ സ്ക്രഞ്ചീസോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു മെറ്റീരിയൽ ബണ്ണൊക്കെ വരുമല്ലോ, ഇങ്ങനത്തെ അങ്ങനത്തെ ബണ്ണോ, അതായത് സോഫ്റ്റായിട്ട് ഭയങ്കര ഇങ്ങനെ തിന്നാവാത്ത ബണ്ണുകൾ യൂസ് ചെയ്യുക. പിന്നെ മറ്റേ ഒരു ബണ്ണുണ്ടല്ലോ, എന്തും പറയുന്നത് എനിക്ക് മറന്നുപോയി, ഭയങ്കര തിന്നായിട്ടുള്ള ബണ്ണുകളുണ്ടല്ലോ, അത് യൂസ് ചെയ്യാണ്ട് ഇങ്ങനത്തെയൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഉള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഊരുമ്പോൾ മുടിയും കൂടെ അതിൻ്റെ കൂടെ ഊരി വരും, അതുപോലെ ഭയങ്കര ടൈറ്റ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. പക്ഷെ ഇങ്ങനത്തെ സോഫ്റ്റ് ഒക്കെ ആകുമ്പോൾ, അതേപോലെ സ്ക്രഞ്ചീസ് ഒക്കെ ആകുമ്പോൾ മുടിക്ക് അതാണ് നല്ലത്, മുടി ഇങ്ങനെ പൊട്ടത്തില്ല. ഇതാണ് ഹെയർ ഓയിലിങ്. നമുക്ക് എപ്പോഴും ഡൗട്ടുള്ള കാര്യമായിരിക്കും, എപ്പോഴൊക്കെ ഹെയർ ഓയിൽ ചെയ്യണം, വീക്കിലി ചെയ്യണോ ഡെയിലി ചെയ്യണോ അങ്ങനെയൊക്കെ. നമ്മൾ വീക്കിലി ഒരു വൺസോ അല്ലെങ്കിൽ ട്വൈസോ ചെയ്യേണ്ട കാര്യമുള്ളൂ, അല്ലാണ്ട് ഡെയിലി ഹെയർ ഓയിലിങ് ചെയ്യേണ്ട ഒരാവശ്യവും ഇല്ല. കാരണം നമ്മുടെ ഓയില് നമ്മൾ എന്നും ഹെയർ ഓയിൽ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഓയിലി സ്കാൽപ്പിൽ തന്നെ ഇരിക്കും. നമ്മൾ എന്നിട്ട് ഷാമ്പു ഒന്നും യൂസ് ചെയ്യേണ്ടത് നമ്മുടെ സ്കാൽപ്പിൽ തന്നെ ഇരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി, ഇപ്പം നമ്മുടെ സ്കിന്നിൽ തന്നെ ആണെങ്കിൽ ഓയിൽ ഡെയിലി തേക്കുക, വാഷ് ചെയ്യുക, ജസ്റ്റ് വെള്ളം ഒഴിച്ച് മാത്രം കഴുകുക. ഷാമ്പു സോപ്പ് ഒന്നും യൂസ് ചെയ്തിരിക്കുമ്പോൾ നമ്മുടെ ഹാൻഡ് എങ്ങനെയായിരിക്കും അതേപോലെ തന്നെ ആയിരിക്കും നമ്മുടെ സ്കാൽപ്പും. അതുകൊണ്ട് ഡെയിലി യൂസ് ചെയ്യേണ്ട ഒരാവശ്യവും ഇല്ല, ജസ്റ്റ് വീക്ക്ലി വൺസോ ട്വൈസോ യൂസ് ചെയ്യുക, എന്നിട്ട് ഷാമ്പു കണ്ടീഷണർ യൂസ് ചെയ്ത് വാഷ് ഔട്ട് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്തേ പറ്റത്തുള്ളെങ്കിൽ ഒരു 10 to 15 മിനിറ്റ്സ് ഒക്കെ വെച്ചിട്ട് ജസ്റ്റ് വാഷ് ചെയ്യുമ്പോൾ മാത്രമല്ല ഷാമ്പു ഉപയോഗിച്ച് വാഷ് ചെയ്ത് കളയാം. ഡെയിലി ഷാമ്പു യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ഹെയറിന് നല്ലത്. ഇതാണ് ഹെയർ മസാജിങ്. നമ്മൾ ഹെയർ മസാജിങ് വീക്കിലി ഒരു 3 തവണയെങ്കിലും മിനിമം ചെയ്തിരിക്കണം. കാരണം ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ഹെൽപ്ഫുൾ ആണ് ഹെയർ മസാജിങ്. കാരണം നമ്മൾ ഡെയിലി ചെയ്യുമ്പോൾ ഒക്കെ അതാണ് ബെറ്റർ ഓപ്ഷൻ. നമ്മൾ എന്നും മസാജ് ചെയ്യുക, നമ്മൾ കിടക്കുന്നതിന് ഒരു 5-10 മിനിറ്റ്, ഒരു 15 to 20 മിനിറ്റ്സ് ഹെയർ നന്നായിട്ട് മസാജ് ചെയ്യുക, എന്നിട്ട് കിടന്നുറങ്ങുക. ഇറ്റ്സ് എ ബെറ്റർ ഓപ്ഷൻ. സോ നമ്മൾ മുടിയാണെങ്കിൽ കമത്തിയിടുക, എന്നിട്ട് മസാജ് ഫിംഗേഴ്സ് വെച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മളിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ സ്കാൽപ്പിലുള്ള ബ്ലഡ് ഫ്ലോ കൂടുകയും സോ നമ്മുടെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യും. ഇതാണ് ഹെയർ കട്ട്. നമ്മൾ വീക്കിലി ചെയ്യേണ്ട 2 വീക്ക് കൂടി ഇരിക്കുമ്പോൾ നമ്മുടെ മുടിയുടെ തുമ്പുണ്ടല്ലോ, തുമ്പ് കട്ട് ചെയ്ത് കൊടുക്കും. കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഈ തുമ്പിലുണ്ടാവുന്ന കുറേ ഉണ്ട് സ്പ്ലിറ്റൻസും, പിന്നെന്താ ഉണ്ട കെട്ടുക ഇല്ല, എങ്ങനെയാണെന്ന് നിങ്ങളത് പറഞ്ഞറിയത്തില്ല, അതൊക്കെ പോകാനൊക്കെ ഹെൽപ്ഫുള്ളായിരിക്കും. സോ നമ്മൾ വീക്കിലി 2 ആഴ്ച കൂടി ഇരിക്കുമ്പോഴൊക്കെ മുടി കട്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ്. നമ്മുടെ ഹെയർ ഗ്രോത്തിന് നല്ലതാണ്. പിന്നെ അടുത്തയാണ് ഹെയർ ഷാമ്പു അല്ല കണ്ടീഷണർ യൂസ് ചെയ്യേണ്ടത് എപ്പോഴൊക്കെയാണെന്നുള്ളത്. നമ്മൾ വീക്കിലി ഒരു വൺസ് അല്ലെങ്കിൽ ട്വൈസ് ഒക്കെ ഷാമ്പു അല്ലെങ്കിൽ കണ്ടീഷണർ യൂസ് ചെയ്താൽ മതി. പിന്നെ യൂസ് ചെയ്യുമ്പോൾ
നല്ല ബ്രാൻഡിൻ്റെ നോക്കി തന്നെ യൂസ് ചെയ്യുക. നിങ്ങളുടെ ഹെയറിന് ഓക്കെ ആണോ, വല്ല ഹെയർ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാക്കണോ, ഇച്ചിങ്ങോ അങ്ങനെ വല്ലതും ഉണ്ടാക്കണോ എന്നൊക്കെ നോക്കിയിട്ട് മാത്രം യൂസ് ചെയ്യുക. പിന്നെ ഓരോരുത്തരുടെയും ഹെയറിൻ്റെ പ്രോബ്ലംസ് ഓരോന്നായിരിക്കും. സാധാരണ ഉള്ളവർക്ക് ചിലപ്പോൾ ഒരു പ്രോബ്ലം കാണത്തില്ല. ചിലവർക്കാണെങ്കിൽ ഡാൻഡ്രഫ് അല്ലെങ്കിൽ ഇച്ചിങ്, ഹെയർ ഫോൾ അങ്ങനെ ആയിരിക്കും. അപ്പോൾ ഞാൻ ഡാൻഡ്രഫിന് ഒരു ഷാമ്പു നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. സ്കാൽപ്ലസിൻ്റെ ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു ആണ്. ഇതിപ്പോൾ 1 year മുമ്പ് എങ്ങാണ്ട് ഞാൻ മേടിച്ചതാണ്. ഇത് വന്നിട്ട് 5 ബെനിഫിറ്റ്സും കൂടെ ഉണ്ട്. എന്തോ ആൻറ്റി ഡാൻഡ്രഫ്, ആൻറ്റി റെസ്ക്വൻസ്, പ്രിവെൻസ് ഇച്ചിങ്, ക്ലാക്കിങ് ആൻഡ് സീലിങ്, പ്രിവെൻസ് ഹെയർ ഫോൾ കണ്ടീഷനിങ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിന് 280 രൂപയാണ്. ഇത് നമ്മൾ ഒരു റെഗുലർ ഇൻ്റർവെല്ലിൽ അവർ പറയുന്നുണ്ട്. ഇപ്പോൾ വൺസ് ഇന്ന് യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ വീക്ക് തന്നെ ഒരു 2-3 days കഴിയുമ്പോൾ അതുകൊണ്ട് യൂസ് ചെയ്യണം. സംതിങ് അങ്ങനെ കൊണ്ടാണ് എൻ്റെ കവറിൽ ഡീറ്റെയിൽ ആയിട്ട് അവർ എഴുതിയിട്ടുണ്ട്. എൻ്റെ കവറൊക്കെ കളഞ്ഞു. അപ്പോൾ ഇത് ഇപ്പം എൻ്റെ നല്ല ഡാൻഡ്രഫ് ഇല്ല. എനിക്ക് കൂടി ഞാൻ ഇത് തന്നെ യൂസ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് ആഫ്റ്റർ ഡാൻഡ്രഫ് പോയി കഴിഞ്ഞും യൂസ് ചെയ്യാവുന്ന ഷാമ്പു ആണ്. പ്രത്യേകിച്ച് എനിക്കൊരു പ്രോബ്ലംസ് ഉണ്ടാക്കിയിട്ടില്ല. ഇത് എല്ലാ മെഡിക്കൽ ഷോപ്പിലും അവൈലബിൾ ആണ്. കൂടാണ്ട് ഫ്ലിപ്കാർട്ടിലും എല്ലാം അവൈലബിൾ ആണ്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഡാൻഡ്രഫ് ഉള്ളവർ ഉറപ്പായിട്ടും മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. അവരുടെ പാക്കേജിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ഹൗ ടു യൂസ് എന്ന്. അതേ കണക്കിന് ഒരു 4 weeks സംതിങ് ആണ് ഇത് യൂസ് ചെയ്യേണ്ടത്. യൂസ് ചെയ്യുമ്പോഴത്തേക്കും ആ ബോട്ടിൽ തീരും. യൂസ് ചെയ്യുമ്പോഴത്തേക്കിന് നല്ല റിസൾട്ട് കിട്ടും. അടുത്തയാണ് ഹെയർ മാസ്ക്. നല്ല ചൂടായതുകൊണ്ട് ഞാൻ മുടി അങ്ങോട്ട് കെട്ടി വെച്ചു. അപ്പോൾ അടുത്ത ഹെയർ മാസ്ക് ഞാനാണ് പ്ലമ്മിൻ്റെ മേടിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞൊരു ഡേ മേടിച്ചത് ഞാൻ യൂസ് ആക്കിയില്ല. ഇതിൻ്റെ റിവ്യൂസും എങ്ങനെ യൂസ് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ ഒരു അടുത്ത വീഡിയോ ആയിട്ട് ഇടുന്നതാണ്. എനിക്കൊരു യൂസ് ചെയ്തു ഇല്ല മണമുണ്ട്. ഇത് വന്നിട്ട് ഫ്രിസി കേളി വേവി ഹെയർസിനാണ് സ്യൂട്ട്. എൻ്റെ വേവി ഹെയർ. അപ്പോൾ ഇത് സാധാരണ നമ്മളിപ്പോൾ ഒരു പാർട്ടിക്കും അങ്ങനെയൊക്കെ പോകുമ്പോൾ കുറച്ച് മുടി നല്ല ലുക്കായിട്ടൊക്കെ കിടക്കാനും ഭയങ്കര സ്മൂത്തായിട്ടൊക്കെ കിടക്കാനും ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. പിന്നെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ പിന്നീട് തന്നെയാണ്. അപ്പോൾ ഈ ഹെയർ മാസ്ക് അല്ല ഹെയർ പാക്ക് നമ്മൾ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു റെഗുലർ ഇൻ്റർവെൽ ഓഫ് ടൈം വെച്ചിട്ട് വേണം യൂസ് ചെയ്യാൻ. വെച്ചാൽ ഡെയിലി യൂസ് ചെയ്യാൻ പാടില്ല. വീക്കിലി 1 or 2 അങ്ങനെയൊക്കെ വേണം യൂസ് ചെയ്യാൻ. പിന്നെ നമ്മൾ യൂട്യൂബ് വീഡിയോ ഒക്കെ കണ്ടിട്ട് നമ്മൾ സ്ഥിരം ഇരുന്ന ഹെയർ പാക്കൊക്കെ യൂസ് ചെയ്തിരിക്കും. അങ്ങനെ ഒരിക്കലും ചെയ്യല്ലേ. നമ്മുടെ സ്കാൽപ്പിൽ അത് ബാഡായിട്ടേ എഫക്റ്റ് യൂസ് ചെയ്യും. നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല. സോ ഇത്രയും സ്റ്റെപ്സ് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ ഷുവർ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നല്ല റിസൾട്ട്. അപ്പോൾ ഓക്കെ ബൈ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാം താഴെ പോവുക. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.